പണ്ട് പണ്ട് ഒരു വയസ്സായ പെണ്ണും അവരുടെ 3 മക്കളും ജീവിച്ചു വന്നു. അവരെല്ലാവരും സ്നേഹമുള്ളവരാണ്. അമ്മ അവർക്ക് വ്യത്യാസമായ ഭക്ഷണം ഉണ്ടാക്കുന്നത് വളരെ ഇഷ്ടമാണ്. എന്തെങ്കിലും രുചിയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ഒരു വലിയ പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആ അമ്മ സഹായം ചോദിച്ചു. 3 പേരും വളരെ സന്തോഷിച്ചു. അവർ സഹായിക്കാനും തുടങ്ങുകയായിരുന്നു. എല്ലാവരും പാൻകേക്ക് ചെയ്യുന്നതിൽ വളരെ ബിസിയായിരുന്നു. 2 പേർ മുട്ടകൾ പൊട്ടിച്ചു. ബാക്കിയുള്ളവർ പാൽ, പഞ്ചസാര, മൈദ ഇവയൊക്കെ അളവെടുത്തു നോക്കി. പാൻകേക്ക് ചെയ്യാൻ വേണ്ടി ഇവയൊക്കെ മിക്സ് ചെയ്തു തുടങ്ങി. എല്ലാം മിക്സ് ചെയ്ത ശേഷം അവർ ആ മാവ് ഒരു വലിയ പാനിലോട്ട് ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് ആ അമ്മ വലിയ മകനെ വിളിച്ച് അടുപ്പിൽ വെച്ചിരിക്കുന്ന പാൻകേക്ക് തിരിച്ചിടാൻ പറഞ്ഞു. ആ ചെക്കനും വളരെ പൊക്കിയിട്ടു. പക്ഷേ പാനിന്റെ മേത്ത് വീഴണേന് പകരം ടേബിളിന്റെ മേത്ത് വീണു. പാൻകേക്ക് എണീറ്റ് ഓടാൻ തുടങ്ങി. 3 കുട്ടികളും ആ വലിയ രുചിയുള്ള മധുരമുള്ള പാൻകേക്ക് ഓടുന്നത് കണ്ട് അതിശയിച്ചു. 3 പേരും പാൻകേക്കിനെ പിടിക്കാൻ അതിന്റെ പുറകിൽ ഓടി. നിൽക്കൂ, സ്വാദിഷ്ടമായ പാൻകേക്ക്. നീ ഞങ്ങളുടെ ഭക്ഷണം വിശക്കുന്നു. നിങ്ങളെക്കാളും വേഗം ഓടും ഞാൻ. കഴിയുമെങ്കിൽ എന്നെ പിടിക്കൂ. പെട്ടെന്ന് തന്നെ പാൻകേക്ക് റോഡിന്റെ അടുത്തെത്തി. ഒരു വയസ്സായ ആൾ അതിനെ നോക്കി പറഞ്ഞു, നിൽക്കൂ, എനിക്ക് നിന്നെ കഴിക്കണം, വേഗം പോകണ്ട. പാൻകേക്ക് പറഞ്ഞു, 3 പയ്യന്മാര് വിളിച്ച് ഞാൻ നിന്നില്ല. താങ്കൾക്ക് വേണ്ടി എന്തിനു നിൽക്കണം? കഴിയുമെങ്കിൽ എന്നെ പിടിക്കൂ. പാൻകേക്ക് ഉരുണ്ടു പോകുമ്പോൾ തോട്ടത്തിന്റെ മതിലിൽ ഇരുന്ന ഒരു പൂച്ച അതിനെ നോക്കി പറഞ്ഞു, എന്റെ അടുത്ത് നിന്നും നീ രക്ഷപ്പെടാൻ പറ്റില്ല. നിന്നെ പിടിച്ചതും ഞാൻ പെട്ടെന്ന് വായിലിടും. പറഞ്ഞുകൊണ്ടേ പൂച്ച മതിലിൽ നിന്ന് ചാടി. പാൻകേക്ക് പറഞ്ഞു, 3 പയ്യന്മാരുടെ അടുത്തുനിന്നും മുത്തശ്ശന്റെ അടുത്തുനിന്നും ഞാൻ രക്ഷപ്പെട്ടു. തീർച്ചയായിട്ടും നിന്റെ അടുത്തുനിന്നും ഞാൻ രക്ഷപ്പെടും. കഴിയുമെങ്കിൽ എന്നെ പിടിക്കൂ. ആ പാൻകേക്ക് അടുത്തുള്ള ഒരു കൂടിന്റെ ഗേറ്റ് കഴിയുമ്പോൾ ഗേറ്റിന്റെ മേലെ ഇരുന്നു കൊണ്ടിരുന്ന പൂവൻ കോഴി അതിനെ നോക്കി പറഞ്ഞു, നിൽക്കൂ, നിന്നെ ഞാൻ വിടില്ല. നിന്നെ ഞാൻ കഴിക്കാൻ പോവാണ് പാൻകേക്ക്. ഓടിക്കൊണ്ടേ പാൻകേക്ക് പറഞ്ഞു, കഴിയില്ല, തീർച്ചയായിട്ടും കഴിയില്ല. എന്നെ പിടിക്കുന്നത് സാധ്യമല്ല. 3 പയ്യന്മാരും മുത്തശ്ശനും പൂച്ചയും ശ്രമിച്ചിട്ട് എന്നെ പിടിക്കാൻ കഴിഞ്ഞില്ല. നിന്നേക്കാളും വേഗം ഓടും ഞാൻ. കഴിയുമെങ്കിൽ എന്നെ പിടിക്കൂ. പൂവൻ കോഴി പാൻകേക്ക് പറഞ്ഞത് കേട്ടില്ല. അതിന്റെ പുറകെ ഓടിക്കൊണ്ടിരുന്നു. പാൻകേക്ക് ഒരു കുളത്തിന്റെ അടുത്തെത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരു താറാവ് അതിനെ കഴിക്കണമെന്ന് വിചാരിച്ചു. പയ്യനെ നടന്നുകൊണ്ടേ ഒച്ചെടുത്തു, നിൽക്കൂ, എനിക്ക് വിശക്കുന്നു, നിന്നെ എനിക്ക് കഴിക്കണം. എന്റെ അടുത്ത് നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. താറാവ് പറഞ്ഞു. അതിന് പാൻകേക്ക് പറഞ്ഞു, എന്നെ കഴിക്കാൻ കഴിയില്ല. എന്നെ പിടിക്കാനാവില്ല. 3 പയ്യന്മാർ മുത്തശ്ശനും പൂച്ചയെ കൊണ്ട് എന്നെ പിടിക്കാൻ കഴിഞ്ഞില്ല. പൂവൻകോഴിയും ഒടുക്കം താറാവും എന്നെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. നിങ്ങളുടെ പരിശ്രമത്തിൽ പരാജയപ്പെടാതിരിക്കൂ. താറാവ് പയ്യനെ പുറകെ നടന്നു. അവിടെ പുല്ലുകളിന്റെ അടുത്ത് ഒരു പശു ഉണ്ടായിരുന്നു. പാൻകേക്ക് ഉരുണ്ടു വരുന്നത് കണ്ട പശു ഒച്ചെടുത്തു, നിൽക്കൂ പാൻകേക്ക്, നിൽക്കൂ. നീ കാണാൻ അടിപൊളിയാ. എനിക്ക് നിന്നെ കഴിക്കണം. പക്ഷേ പാൻകേക്ക് ചിരിച്ചിട്ട് ഓടി. എന്നിട്ട് അത് പറഞ്ഞു, ഇല്ല മേഡം, എന്നെ കഴിക്കാനാവില്ല. നിങ്ങൾക്ക് മുൻപേ 3 പയ്യന്മാർ, ഒരു മുത്തശ്ശൻ, ഒരു പൂച്ച വിചാരിച്ചിട്ട് എന്നെ പിടിക്കാൻ കഴിഞ്ഞില്ല. എല്ലാരും എന്നെ കഴിക്കാൻ ശ്രമിച്ചു. എന്നെ പറ്റുമാണെങ്കിൽ പിടിച്ചോളൂ, പക്ഷേ തീർച്ചയായിട്ടും നടക്കില്ല. പശുവും പാൻകേക്കിന്റെ പുറകെ വേഗമായിട്ട് ചെന്നു. എന്നിട്ട് കാട്ടിലോട്ട് കയറി ഒരു നദിയിലേക്ക് എത്തി. കരയിൽ വിശപ്പോടൊരു കുറുക്കൻ പറഞ്ഞു, താൻ എവിടെയാണെങ്കിലും അനങ്ങിപ്പോവരുത്, ഓടണ്ട. ഇല്ല സാർ, എന്നെ കഴിക്കാൻ കഴിയില്ല. എന്റെ അടുത്ത് ബുദ്ധി കാണിക്കാൻ നോക്കണ്ട. തീർച്ചയായിട്ടും എന്നെ പിടിക്കാൻ കഴിയില്ല. 3 പയ്യന്മാർ മുത്തശ്ശൻ ശ്രമിച്ചിട്ട് നടന്നില്ല. പൂച്ചയും പൂവൻകോഴിയും എന്നെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ നടന്നില്ല.
ഒടുക്കം താറാവും പോത്തും എന്നെ പിടിക്കാൻ ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. നിങ്ങളുടെ പരിശ്രമത്തിൽ പരാജയപ്പെടാതിരിക്കൂ. പക്ഷെ എനിക്ക് നിന്നെ കഴിക്കണമെന്നില്ല. നമുക്ക് ചങ്ങാതിയായാലോ? കുറുക്കൻ പറഞ്ഞു. സത്യമാണോ? എനിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ പറഞ്ഞിട്ടേ പാൻകേക്ക് കുറുക്കന്റെ അടുത്ത് വന്നു നിന്നു. എന്നെ കൊണ്ട് നീന്താൻ സാധിക്കില്ല. താങ്കൾ എന്നെ ഒന്ന് സഹായിക്കുമോ? എന്തുകൊണ്ട് കഴിയില്ല? നീ നദി കിടക്കാൻ ഞാൻ സഹായിക്കാം. എന്റെ മൂക്കിന്റെ മുകളിൽ കയറിക്കോ. കുറുക്കൻ ഒന്നും അറിയാത്ത പോലെ പറഞ്ഞു. പാൻകേക്ക് കുറുക്കൻ പറഞ്ഞ പോലെ ചെയ്തു. പാൻകേക്ക് കുറുക്കന്റെ മൂക്കിന്റെ മേലിൽ കയറിയതും അതിനെ മേലിൽ തൂക്കിയിട്ട് വായി നല്ല അകലത്തിൽ പൊളിച്ച് അതിനെ പിടിച്ചു. കുറുക്കൻ അതിനെ വിഴുങ്ങി ബാക്കിയുള്ളതും നക്കി നക്കി തിന്നു. അപ്പോഴത്തേക്കും പശു നദിന്റെ അടുത്തേക്ക് വന്നു. താറാവും അതിന്റെ പുറകെ വന്നു. പൂച്ചയും പൂവൻ കോഴിയും വന്നു ചേർന്നു. ആ സ്ഥലത്തേക്ക് 3 കുട്ടികളും വയസ്സായ ആളും എത്തി. ഈ പരിസരത്ത് പാൻകേക്ക് കണ്ടോ? കുറുക്കന്റെ അടുത്ത് ചോദിച്ചു. പാൻകേക്കോ? നല്ല വലിപ്പമുണ്ടോ? അതിന്റെ നിറം ബ്രൗൺ ആണോ? എവിടെയാ അത് പോയത്? കൂട്ടത്തോടെ ചോദിച്ചു. അതെ, അതിന് നല്ല സ്വാദായിരുന്നു. വായി നക്കിക്കൊണ്ട് കുറുക്കൻ പറഞ്ഞു.